Hi guys, welcome back to my channel. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഫ്രിഡ്ജ് ഓർഗനൈസേഷൻ വീഡിയോ ആണ്. നമ്മുടെ ചാനലിൽ ഒരു വ്യൂവർ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. എൻ്റെ ഫ്രിഡ്ജ് സാംസങ് ബ്രാൻഡിൻ്റെ ആണ്. ഒരു മീഡിയം സൈസ്ഡ് ഫ്രിഡ്ജാണ്. ഒത്തിരി ചെറുതുമല്ല ഒത്തിരി വലുതുമല്ല. 2 to 3 ഫാമിലി മെമ്പേഴ്സ് ഉള്ള വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രിഡ്ജാണ്. മുകളിൽ ഫ്രീസറും താഴെ ഫ്രിഡ്ജും കൂടിയിട്ടുള്ള മോഡലാണ്. എങ്ങനെയാണ് ഞാൻ എൻ്റെ ഫ്രിഡ്ജ് എപ്പോഴും ഓർഗനൈസ് ചെയ്ത് വെക്കുന്നതെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം. അപ്പോൾ വിത്തൗട്ട് എനി ഫർദർ ഡു ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഞങ്ങൾ പോയ ടൂറിസ്റ്റ് പ്ലേസസ് എന്നൊക്കെ നമ്മൾ കളക്ട് ചെയ്ത കുറച്ച് സൂവിനിയേഴ്സ് ആൻഡ് ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് ആണ് ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ നമ്മൾ എപ്പോഴും നമ്മുടെ ഫ്രിഡ്ജിൽ എപ്പോഴും ഓർമ്മയ്ക്കായിട്ടുണ്ടാവും. ഫ്രീസർ ഓപ്പൺ ചെയ്യാണ്. ഇതാണ് ഫ്രീസർ. ഫ്രീസറിൽ അധികം സാധനങ്ങളൊന്നും ഇല്ല, കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് രണ്ടും ഐസ്ക്രീംസ് ആണ്. ഇത് വന്നിട്ട് ചോക്ലേറ്റ് ഐസ്ക്രീം, ജാക്ക് ഫ്രൂട്ട് ഐസ്ക്രീം. ഇതാണ് എൻ്റെ ഫേവറേറ്റ് ഐസ്ക്രീം. ഇത് നാച്ചുറൽസ് എന്നാണ്. ഇതിൻ്റെ ടേസ്റ്റ് അടിപൊളിയാണ്. അപ്പോൾ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇത് എന്തായാലും ട്രൈ ചെയ്യണം. ഇത് ഞാൻ യൂസ് ചെയ്യുന്ന വിപ്പിംഗ് ക്രീമാണ്. ഇത് ഞാൻ കേക്ക്സിലും കപ്പ് കേക്ക്സിലൊക്കെ യൂസ് ചെയ്യുന്ന വിപ്പിംഗ് ക്രീമാണ്. പിൽസ്ബറിയുടെയാണ് ഞാൻ യൂസ് ചെയ്യാറ്. പിന്നെ താഴെ ഫ്രോസൺ സ്വീറ്റ് കോണും ഫ്രോസൺ ഗ്രീൻ പീസും പിന്നെ പനീർ. പിന്നെ ഇത് വന്നിട്ട് പപ്പായയാണ്. കുറച്ച് റൈപ്പായിട്ടുള്ള പപ്പായ ഞാൻ മാഷ് ചെയ്തിട്ട് ഇതുപോലെ ഐസ് ട്രേയിലാക്കി വെക്കും. ഇത് എല്ലാ ദിവസവും ഒരു ക്യൂബ് എടുത്തിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു 10 minutes അങ്ങനെ വിട്ടിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഗ്ലോ ആയിരിക്കും. ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ പോകാനൊക്കെ ബെസ്റ്റാണിത്. തീരാറായത് ഞാൻ റീഫിൽ ചെയ്യണം. ഇത് വന്നിട്ട് ഐസ് ട്രേ. ഇവിടെ മാത്രമേ ഞാനിപ്പോൾ തിങ്സ് വെച്ചിട്ടുള്ളൂ, ഇവിടെ ഒന്നും വെച്ചിട്ടില്ല ഈ ഭാഗത്ത്. ഇവിടെ 2 ട്രേസാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇതിൽ ബട്ടർ, പനീർ, ചീസ്, ഇത് ചീസ് സ്പ്രെഡ്, പിന്നെ ഇത് പിസ്സ ചീസാണ്. ഇതിൽ ഞാൻ മിൽക്ക് പാക്കറ്റ്സാണ് വയ്ക്കുക. ഇങ്ങനെ പറന്ന് കിടക്കില്ല ഈ ഒരു ട്രേ യൂസ് ചെയ്യുമ്പോൾ. നമുക്ക് ഇതിൽ ചീസസും ഇതിൽ ഞാൻ മിൽക്കാണ് വെക്കാറ്. അപ്പോൾ കുറച്ച് ഓർഗനൈസ്ഡ് ആയിട്ടുണ്ടാവും ഈ ഒരു ഏരിയ. പിന്നെ നെക്സ്റ്റ് ട്രേയിൽ ഈ ഒരു ട്രേയിൽ ഇതിൽ ജിഞ്ചറാണ് ഞാൻ കുറച്ച് പീൽ ചെയ്തിട്ട് എപ്പോഴും വെച്ചിട്ടുണ്ടാവും. പിന്നെ ഇതിൽ കൊറിയാണ്ടർ, പിന്നെ ഇതിൽ ഗാർലിക് ഞാൻ ഇതുപോലെ ബോട്ടിൽസിലാക്കിയാണ് വെക്കാറ് പീൽ ചെയ്തിട്ട്. പിന്നെ ഇതിൽ കുറച്ച് മഞ്ഞളാണ്. നമ്മളിപ്പോൾ എപ്പോഴും വെള്ളത്തിലേക്ക് മഞ്ഞളിട്ട് തിളപ്പിക്കണം എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഇത് ഞാൻ സ്ക്രേപ്പ് ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ്. ഇത് കോഫിയാണ്. കോഫി എപ്പോഴും ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ പൊടിയായിട്ട് തന്നെ ഉണ്ടാവും, കട്ട പിടിക്കില്ല. പിന്നെ ഇത് ലൂബിക്കയാണ് എൻ്റെ ഫേവറേറ്റ്. പിന്നെ ഇത് ലെമൺ ആണ്, സോൾട്ടഡ് ലെമൺ ആണ്. ഇത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും അച്ചാറാക്കാം. ഇങ്ങനെയും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ചോറിൻ്റെ കൂടെയൊക്കെ. ഇതിൽ കുറച്ച് സ്പ്രൗട്ടഡ് ഗ്രീൻ ഗ്രാംസ് ആണ്. ഇത് ഞാൻ വീക്ക്ലി വൺസ് സ്പ്രൗട്ട് ചെയ്തിട്ട് ഇങ്ങനെ സ്റ്റോർ ചെയ്യും. ഇത് കോക്കനട്ടാണ്. ഇതും ഞാൻ 1 വീക്കിന് ആവശ്യമുള്ളത് ഒറ്റയടിക്ക് ഞാൻ സ്ക്രേപ്പ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്യാണ് വെക്കുക. ഇനി ഈ ട്രേയിൽ ഇതിൽ ടൊമാറ്റോസ് ആണ്. ഇതും ഇതുപോലെ പുൾ ഔട്ട് ചെയ്യുന്ന ട്രേയിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. പിന്നെ കുറച്ച് ചെറീസ്, പിന്നെ കുറച്ച് ചെറി ടൊമാറ്റോസ് ആണ്. ഈ ബാഗ്സിൽ ബെൽ പെപ്പേഴ്സാണ്, റെഡും ഗ്രീനും ബെൽ പെപ്പേഴ്സാണ്. ഇത് കുറച്ച് കുക്കുംബർ പെട്ടെന്ന് എടുക്കാൻ പാകത്തിന് വെച്ചിരിക്കുന്ന കുക്കുംബേഴ്സ്. ഇതിൽ യെല്ലോ ബെൽ പെപ്പേഴ്സാണ്. ഈ താഴത്തെ ഷെൽഫിൽ കുറച്ച് ഫ്രൂട്ട്സ്, ഗ്രേപ്സ് വെച്ചിട്ടുണ്ട്. പിന്നെ മാംഗോസ് അച്ചാറിടാൻ വേണ്ടിയിട്ടാണ് വെച്ചിട്ടുള്ളത്. കേർഡ് ഉണ്ട്. ഇതൊരു ഫുൾ ടബ് ഓഫ് കേർഡാണ്. ഇതിൽ ദോശ ആൻഡ് ഇഡ്ഡലി ബാറ്ററാണ് നമ്മളെപ്പോഴും സ്റ്റോർ ചെയ്ത് വെക്കും. ഇതിലും ഉണ്ട് കുറച്ച്, ഇതിലും ഉണ്ട്. ഇവിടെ കുറച്ച് ചോക്ലേറ്റ്സ് ആണ്. ഇച്ചു എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുക. പിന്നെ ഞാൻ ഈ ട്രേസിൽ ഇതുപോലെ ഷീറ്റ്സ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് ഉണ്ടെങ്കിൽ ഈ ഒരു ട്രേസ് പെട്ടെന്ന് അഴുക്കാവില്ല. ബൈ ദ ബൈ ഇങ്ങനത്തെ ട്രേസ് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇത് 4 എണ്ണം ഒരു സെറ്റായിട്ടാണ്, 1 2 3 4 4 എണ്ണം ഒരു സെറ്റായിട്ടാണ് വാങ്ങിച്ചത്. ഇത് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഈ ഒരു വെജിറ്റബിൾ ട്രേയിൽ ഈ ബാഗ്സിലാക്കിയിട്ടും ഞാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് വെജിറ്റബിൾസ് ഞാൻ കട്ട് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്, പെട്ടെന്ന് നമുക്ക് എടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ പയർ ഞാൻ കട്ട് ചെയ്തിട്ടാണ് എപ്പോഴും വെക്കുക. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2-3 ദിവസത്തിനുള്ളിൽ ഇത് യൂസ് ചെയ്യണം. ഇങ്ങനെ സ്റ്റോർ ചെയ്യുമ്പോൾ നമുക്ക് സ്പേസും അധികം ആവശ്യമില്ല. ഇല്ലെങ്കിൽ ഈ പയർ വലിയതായതുകൊണ്ട് ഈ ഫുൾ സ്ഥലം നമുക്ക് ഓക്യുപ്പൈ ആയി പോകും. പിന്നെ കുറച്ച് മഷ്റൂംസ്, ബ്രോക്കലി ആൻഡ് സം ബേബി കോൺസ്. ഇതുപോലെ 4 ഡബ്ബാസാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇതിൽ ബീൻസ് ആണ്. ബീൻസ് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്.
ഇങ്ങനെ നമുക്ക് സ്റ്റോർ ചെയ്യുമ്പോൾ നമുക്ക് ടൈം സേവ് ചെയ്യാം കുക്കിങ്ങിൻ്റെ സമയത്ത്. രണ്ടാമത് നമുക്ക് സ്പേസും സേവ് ചെയ്യാൻ പറ്റും ഫ്രിഡ്ജിൽ. ഇതിൽ വന്നിട്ട് കുറച്ച് പാക് ചോയ്, താഴെ സ്പ്രിംഗ് ഓണിയൻസ്. ഇത് രണ്ടും ചൈനീസ് റെസിപ്പീസിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരുമിച്ച് വെച്ചിട്ടുള്ളത്. ലെക്ട്യൂസ് ആണ് ഇതിൽ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൽ ക്യാരറ്റ്സ് ഞാൻ നീളത്തിലാണ് അരിഞ്ഞു വെച്ചിട്ടുള്ളത്. ഇതുപോലെ ഇങ്ങനത്തെ സൈസിൽ നമ്മൾ കട്ട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേ സൈസിൽ നമുക്ക് ഫ്രൈഡ് റൈസിൽ അല്ലെങ്കിൽ അവിയലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ സൈസിൽ തന്നെ യൂസ് ചെയ്യാം. ഇതിനും കുറച്ച് സൈസ് വേണമെങ്കിൽ ഇതിൽ നിന്ന് കട്ട് ചെയ്താൽ മതി. നമ്മൾ ഒത്തിരി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ സൈസ് യൂസ് ചെയ്യേണ്ട സ്ഥലത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇങ്ങനെ മീഡിയം സൈസിലാണ് ഞാൻ കട്ട് ചെയ്ത് വെക്കാറ്. ഇത്രയാണ് എൻ്റെ വെജിറ്റബിൾ ട്രേയിലുള്ളത്. താഴത്തെ ഷെൽഫിൽ ഈ ബോട്ടിൽ നന്നാരി ജ്യൂസാണ്. സമ്മേഴ്സിന് എപ്പോഴും കുടിക്കാൻ വേണ്ടിയിട്ട് ഹോം മെയ്ഡ് ആണ്. ഇത് മമ്മ ഉണ്ടാക്കി തന്നതാണ്. ഹോം മെയ്ഡ് ആയതുകൊണ്ടാണ് ഈ ഒരു ബോട്ടിൽ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ജാം, സ്ട്രോബെറി ജാം ആണിത്. ഇത് വന്നിട്ട് സ്ട്രോബെറി ക്രഷ് ആണ്. ഇത് കേക്കിനും മിൽക്ക് ഷേക്സിനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മിൽക്കാണ് നമ്മളിത്. അതാണ് ഈ മിൽക്ക് ഇവിടെ വെച്ചിട്ടുള്ളത്, അമൂലിന്റെ മിൽക്ക് മെയ്ഡ്. പിന്നെ ഈ ഒരു ഷെൽഫിൽ ലെമൺസ് ആണ്. ഞാൻ എഗ്സ് ഇവിടെ സ്റ്റോർ ചെയ്യാറില്ല. എഗ്സ് ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുക. ഈ ഒരു ഷെൽഫിൽ കുറച്ച് സോസസും പിന്നെ ഡെയിലി യൂസ്ഡ് ആവശ്യമായിട്ടുള്ള കറി ലീവ്സ്, ഗ്രീൻ ചില്ലി, പിന്നെ മിൻറ്റ്, ഇതും ഞാൻ ബോക്സസിലാക്കിയാണ് വയ്ക്കാറ്. ഇവിടെ സോസസ് ലൈറ്റ് സോയ സോസ് ഉണ്ട്, ഹോയ്സിൻ സോസ് ഉണ്ട്, ചില്ലി ഗാർലിക് സോസ് ഉണ്ട്, ഗ്രീൻ ചില്ലി സോസ് ഉണ്ട്, പിന്നെ റൈസ് വിനീഗർ. ഇതെല്ലാം ഞാൻ ചൈനീസ് റെസിപ്പീസിൽ യൂസ് ചെയ്യുന്നതാണ്. ഓലിവ്സ്, ഗ്രീൻ ഓലിവ്സ് ആണ്, ടൊമാറ്റോ കെച്ചപ്പ്, ഈനോ സോൾട്ട് ഉണ്ട്, മിൻറ്റ് ആണ്. ഇതിൽ താഴെ ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് ഇത് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാകും. മിൻറ്റ് ലീവ്സ് ആണ്, കറി ലീവ്സ്, ഗ്രീൻ ചില്ലിയും മുകളിലത്തെ ഭാഗം മാറ്റിയിട്ട് ഇതുപോലെ സ്റ്റോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ദിവസത്തേക്ക് ഇത് നിൽക്കും. ഇതാണ് എൻ്റെ സ്മോൾ ഫ്രിഡ്ജ് ടൂർ. ഞാൻ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ. ഈ ടിപ്സ് ആൻഡ് ട്രിക്സ് നിങ്ങളും യൂസ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ എന്തായാലും ക്ലിക്ക് ചെയ്യുക. അപ്പോഴാണ് ഞാൻ എപ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്താലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഇനി എന്തെങ്കിലും വീഡിയോ സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ ഇനി അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.